എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു പരിപ്പ് കറിയുടെ റെസിപ്പിയാണ്. കണ്ടു കഴിഞ്ഞാൽ സാധാ പരിപ്പ് കറിയും തോന്നും, പക്ഷേ ഇതിലൊരു ഐറ്റം ചേർക്കുന്നുണ്ട്. അത് ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി അടാറ് പരിപ്പ് കറിയായി മാറും. അതിൻ്റെ റെസിപ്പി എന്താണെന്ന് നോക്കിയാലോ? വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കൂടി ഞാൻ പറയാം. പരിപ്പ് കറി ഉണ്ടാക്കാനായിട്ട് ഒരു 5-6 ചെറുള്ളി, പിന്നെ ഒരു 10 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു കഷ്ണം സവാള, പിന്നെ ഒരു തക്കാളി, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ വെളുത്തുള്ളിയും ചെറുള്ളിയും കൂടിയിട്ട് ചതച്ചെടുക്കണം. എന്നിട്ട് കുക്കർ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കിയെടുക്കുക. ഈ കറി മൊത്തമായിട്ടും കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇതിൽ തന്നെ ഈ ഉള്ളിയും സവാളൊക്കെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി അരിഞ്ഞു വെച്ച പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ സാധാരണ നോർമൽ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി ആവശ്യത്തിന് ഉപ്പും പിന്നെ അരിഞ്ഞു വെച്ച തക്കാളിയും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നല്ലപോലെ എടുക്കുക. ഇനിയാണ് നമ്മളെ മെയിൻ ഐറ്റം വരുന്നത്, മല്ലിയില. സാധാരണ ഒരു മണത്തിനൊക്കെ വേണ്ടി മല്ലിയില ഇടാറുണ്ട്, പക്ഷേ ഇതങ്ങനെയല്ല. നമ്മൾ മല്ലിയില നല്ല ക്വാണ്ടിറ്റിയിൽ നമ്മൾ പരിപ്പും ചീരയൊക്കെ വെക്കില്ലേ, അതുപോലെ തന്നെ മല്ലിയില ഇട്ടിട്ട് പരിപ്പ് കറി ഉണ്ടാക്കി നോക്ക്. സംഭവം അടിപൊളിയാണ്. ഇത് മല്ലിയില കുക്കറിലിട്ടിട്ട് ആ മസാലയുടെ കൂടെ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. അതിൻ്റെ ആ പച്ചമണം കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം നല്ല അടിപൊളിയാവും. നിങ്ങൾ ആദ്യമായിട്ടാവും ഇങ്ങനത്തെ റെസിപ്പി കാണുന്നത്, മല്ലിയിലയും പരിപ്പും. സംഭവം ഞാൻ ഒരു വട്ടം ഉണ്ടാക്കിയപ്പോൾ കുറച്ച് മല്ലിയില ഇട്ടിട്ട് കൊടുത്തു, കറിവേപ്പില ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അടുത്ത വട്ടം ഉണ്ടാക്കിയപ്പോൾ കുറച്ച് അധികം ഇട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ നമ്മൾ ചീരൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് അധികം ഇട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും, നല്ല അടിപൊളിയാണ്. ആ പരിപ്പും കൂടി മസാലയുടെ കൂടെ ഫ്രൈ ചെയ്തിട്ട് വേണം വെള്ളമൊഴിച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒരു വിസിലടിച്ചാൽ മതി, പരിപ്പ് കറി റെഡിയായി കിട്ടും. ഞാൻ വെള്ളത്തിലിട്ടിച്ച പരിപ്പാണ് തലേന്ന്. അപ്പോൾ നമുക്ക് നല്ല തിക്കായിട്ടുള്ള പരിപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. നിങ്ങൾ ഒരു വട്ടം എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ ഊണിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. നല്ല തിക്ക് പരിപ്പും ചോറും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.